മലയാള സിനിമയിൽ ഒത്തിരി മികച്ച നടന്മാർ വില്ലന്മാരായി വന്ന് നമ്മളെ ഞെട്ടിക്കുന്ന പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. കണ്ടാ സുന്ദരിയാണോടാ? പറയണ നായിന്റെ പോലെ സുന്ദരിച്ചിയാണോടാ? മോളും പേടിക്കണം, വലുതാവുമ്പം രക്ഷപ്പെടാനാവില്ല. അതൊക്കെ നമ്മൾ കണ്ട് ആസ്വദിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പറയുമ്പോൾ അധികാരം അങ്ങനെ പറയാത്ത ഓർക്കാത്ത ഒരു കാര്യമാണ് ഫീമെയിൽ വില്ലന്മാരുടേത്. വില്ലത്തി എന്ന് കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്ന് നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്നത് സാക്ഷാൽ സൂപ്പർ സ്റ്റാർ രജനികാന്തിനെതിരെ നിന്ന് ടഫ് കൊടുത്ത രമ്യ കൃഷ്ണന്റെ നീലാംബരി തന്നെയായിരിക്കും. അത്രയ്ക്കും ശക്തിയായ ഒരു വില്ലത്തി. അത് തമിഴിലെ കഥ. നമ്മുടെ മലയാളത്തിലും അങ്ങനെ വില്ലത്തിമാരായി വന്ന് നമ്മളെ ഞെട്ടിച്ച ചില ഗംഭീര നടിമാരുണ്ട്. അവരാരൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ വെൽക്കം ടു ഫിലിമി ടോക്സ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. മലയാള സിനിമയിലെ തന്നെ ഏറ്റവും ശക്തിയായ വില്ലത്തി എന്ന് നമുക്ക് നിസ്സംശയം പറയാവുന്ന ഒരു കഥാപാത്രം, മലയാളികൾക്കിടയിൽ കൾട്ട് ഫോളോയിങ് നേടിയ കഥാപാത്രം, സിദ്ദിഖ് ലാലിന്റെ തൂലികയിൽ പിറന്ന ദി വൺ ആൻഡ് ഓൺലി ആനപ്പാറ അച്ചാമ്മ. ഫിലോമിന. ആ സമയത്ത് KPSC ലളിതയും സുകുമാരിയും കവിയൂർ പൊന്നമ്മയും ഒക്കെയാണ് സാധാരണ അമ്മയായും മുത്തശ്ശിയായും ഒക്കെ വരാറുള്ളത്. എന്നാൽ ഇവിടെ തന്റെ പക പോക്കുവാനായി സ്വന്തം കൊച്ചുമകളെ പ്രേമിക്കാൻ ഉപദേശിക്കുകയും അതിനെ സഹായിക്കുകയും ഒക്കെ ചെയ്യുന്ന, പക കാരണം അന്ധത ബാധിച്ച, എന്ത് അബദ്ധവും ചിന്തിക്കാതെ ചെയ്യുന്ന, ബുദ്ധിശൂന്യമായ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു അമ്മ കഥാപാത്രമാണ്. അതിന് കോമഡി റോളുകളിൽ തിളങ്ങി നിന്ന ഫിലോമിനയും അവരുടെ ആ ഒരു ഇമേജും ആപ്റ്റ് ആയിരിക്കുമെന്ന് സിദ്ദിഖ് ലാൽ കണക്കുകൂട്ടി. ആ കണക്കുകൂട്ടൽ കൃത്യമായിരുന്നു. കാരണം കൊടിയ വില്ലത്തരങ്ങളൊക്കെ ചെയ്യുമെങ്കിലും നമുക്കിന്നും അച്ചാമ്മയോട് ഒരു സ്നേഹമാണ്. ആ ഒരു കഥാപാത്രത്തോട് നമുക്കങ്ങനെ വലിയ ദേഷ്യമൊന്നും തോന്നില്ല. അത് ഫിലോമിന ചേച്ചിയോടുള്ള നമ്മുടെയൊക്കെ ഒരു ഇഷ്ടം കൊണ്ട് തന്നെ ആയിരിക്കാം. അവര് ചെയ്തു വെച്ചിട്ടുള്ള, നമ്മളെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള ഒത്തിരി കഥാപാത്രങ്ങളോടുള്ള നമ്മുടെ ഇഷ്ടം കൊണ്ടായിരിക്കാം. തീപ്പൊരി ഡയലോഗുകളൊക്കെ ഫുൾ പവറിൽ പറഞ്ഞ് സ്ക്രീനിൽ ശക്തിയായി നിറഞ്ഞാടുമ്പോൾ ഫിലോമിന ചേച്ചി ശരിക്കും ഫിസിക്കലി വീക്ക് ആയിരുന്നു. തന്റെ 66ാമത്തെ വയസ്സിലാണ് പുള്ളിക്കാരി അച്ചാമ്മയായി ഗോഡ് ഫാദർ എന്ന സിനിമയിൽ അഭിനയിക്കുന്നത്. ഡയലോഗുകളെല്ലാം ഓർത്തു വയ്ക്കാനുള്ള ബുദ്ധിമുട്ട്, ഒച്ചത്തിൽ ശക്തിയിൽ പൊട്ടിത്തെറിച്ചുകൊണ്ടുള്ള രംഗങ്ങളൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടിയാണ് പുള്ളിക്കാരി അന്ന് പെർഫോം ചെയ്തത്. പക്ഷേ ആ ശാരീരിക ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് അച്ചാമ്മ എന്ന കഥാപാത്രത്തിൽ കാണാൻ കഴിയില്ല. മക്കളുമായി തോക്കും പിടിച്ച് അച്ചാമ്മയുടെ ഒരു മൽപ്പിടുത്തമുണ്ട്. ആ സീനിന്റെ അവസാനം അച്ചാമ്മ ബോധം കെട്ട് വീഴുന്നുണ്ട്. ശരിക്കും ഈ സീന് ഷൂട്ട് ചെയ്ത് കട്ട് വിളിച്ചപ്പോ ആ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ താങ്ങാൻ കഴിയാതെ ഫിലോമിന ചേച്ചി ശരിക്കും ബോധം കെട്ട് വീണുപോയി. പിന്നെ ഹോസ്പിറ്റലും ഒരു ദിവസത്തെ റെസ്റ്റും ഒക്കെ കഴിഞ്ഞാണ് വീണ്ടും അഭിനയിക്കാൻ വരുന്നത്. അങ്ങനെ ഒത്തിരി കഷ്ടപ്പെട്ട് ആ മഹാനടി ഗംഭീരമായി ചെയ്തു വെച്ച വില്ലൻ കഥാപാത്രം. ആ കഷ്ടപ്പാട് തന്നെ ആകാം 3 ദശാബ്ദങ്ങൾക്കിപ്പുറം ഇന്നും നമ്മൾ ഓർത്തിരിക്കുന്ന കഥാപാത്രമായി അച്ചാമ്മ മാറാൻ കാരണവും. ജയറാം രാജസേനൻ സിനിമകൾ കത്തി നിന്ന ഒരു സമയം. റാഫി മക്കാട്ടിന്റെ സ്ക്രിപ്റ്റില് രാജസേനൻ സംവിധാനം ചെയ്ത ജയറാം ചിത്രം. ഈ സിനിമയിലെ ഒരു മെയിൻ വില്ലൻ കഥാപാത്രമായി എത്തുന്നത് സത്താറാണ്, പഴയകാല നടൻ സത്താർ. എന്നാലും കഥയിലെ മെയിൻ വില്ലൻ നായകന്റെ സ്വന്തം അമ്മ തന്നെയായിരുന്നു. സിനിമ മനസ്സിലായി കാണുമല്ലോ. ആദ്യത്തെ കൺമണി. പ്രസവിക്കുന്നത് പെൺകുട്ടിയാണെങ്കിൽ ആ മരുമകളെ ദ്രോഹിക്കുന്ന, നരകിപ്പിക്കുന്ന ഒരു അമ്മായിയമ്മ. സ്വന്തം ഭർത്താവിനെ വരച്ച വരയിൽ നിർത്തുന്ന ശക്തയായ കഥാപാത്രം. മകന് ജനിച്ചത് പെൺകുഞ്ഞാണെങ്കിൽ ആ മുഖമൊന്ന് കാണാൻ പോലും കൂട്ടാക്കാത്ത അമ്മ. ഇതൊക്കെ ഇത്ര കൺവിൻസിംഗ് ആയി ചെയ്തു ഫലിപ്പിക്കാൻ നമുക്ക് ഒരു KPSC ലളിത ചേച്ചി ഉണ്ടായിരുന്നു. പകരം വെക്കാനില്ലാത്ത ഗംഭീര പെർഫോമൻസ്. വില്ലത്തരം, സ്നേഹം, വാത്സല്യം, തമാശ, വാശി, വിഷമം, അങ്ങനെ പല പല ഇമോഷൻസിലൂടെ കടന്നു പോകുന്ന ഒരു നെഗറ്റീവ് കഥാപാത്രം മാളവിക. അത് ഗംഭീരമായി ചെയ്തു വെച്ചിട്ടുണ്ട് ലളിത ചേച്ചി. ഇവിടെ ഒരു ആൺകുട്ടി ജനിക്കട്ടെ, അവന്റെ പേരിലെ ഞാൻ ഇതെല്ലാം എഴുതി വെക്കും. ബിന്ദു രാമകൃഷ്ണൻ. ആ പേര് കേട്ടാല് നിങ്ങള് ആളെ അറിയണമെന്നില്ല. പക്ഷേ ആളെ കണ്ടാൽ പുള്ളിക്കാരി ചെയ്തു വെച്ച ആ വില്ലൻ കഥാപാത്രം തന്നെയാകും നിങ്ങളുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുക. വിശ്വരൂപം കണ്ട് ഞെട്ടരുത്. മമ്മൂക്കയുടെ സിനിമയിലെ പ്രധാന വില്ലത്തിയായി എത്തിയ നടി. ഒരു അപ്രതീക്ഷിതമായ ട്വിസ്റ്റിലൂടെ മലയാളികളെ ഒന്നാകെ ഞെട്ടിച്ച നടി ബിന്ദു രാമകൃഷ്ണൻ. കിട്ടിയില്ലേ? ആളെ മനസ്സിലായില്ലേ? മലയാളത്തിലെ ഏറ്റവും ആരാധകരുള്ള ഒരു സിനിമ സീരീസ് മമ്മൂക്കയുടെ CBI സീരീസ്. ഇനി പോവല്ലോ. ആ സീരീസിലെ 4ാമത്തെ സിനിമയായിരുന്നു
2005 പുറത്തിറങ്ങിയ നേരറിയാൻ CBI. പതിവ് പോലെ SN സ്വാമിയുടെ രചനയിൽ K. മധു സംവിധാനം ചെയ്ത ചിത്രം. മറ്റെല്ലാ CBI സിനിമകളെയും പോലെ സിനിമയുടെ അവസാന നിമിഷം വരെ നീണ്ടു നിൽക്കുന്ന സസ്പെൻസ് തന്നെയാണ് ഈ സിനിമയിലും ഉള്ളത്. ഒടുവിൽ ക്ലൈമാക്സ് ട്വിസ്റ്റിൽ കൊലപാതകി ബിന്ദു രാമകൃഷ്ണൻ അവതരിപ്പിച്ച ലക്ഷ്മി അമ്മ എന്ന കഥാപാത്രമാകുന്നു. ശരിക്കും ആളുകൾക്കിടയിലുള്ള പുള്ളിക്കാരിയുടെ ആ ഒരു നന്മ നിറഞ്ഞ അമ്മ ഇമേജ് ആണ് ഈ ട്വിസ്റ്റ് ഇത്രയ്ക്ക് ഞെട്ടിക്കാൻ ഒരു കാരണം. നന്മ നിറഞ്ഞ അമ്മ വേഷങ്ങളിൽ സിനിമയിലും സീരിയലിലും ഒക്കെ അത്ര പ്രാധാന്യമില്ലാതെ നമ്മൾ കണ്ടിട്ടുള്ള പുള്ളിക്കാരിയെ ഈ സിനിമയിലും അതേ ടൈപ്പ് ഒരു പാവ അമ്മ വേഷത്തിൽ കണ്ടപ്പോൾ ആർക്കും ഒരു സംശയവും തോന്നിയില്ല. ആരും അറിയില്ല മല്ലയ്യ. അന്ന് ഈ സിനിമയുടെ ക്ലൈമാക്സിനെ കുറിച്ച് രണ്ടഭിപ്രായം ഉണ്ടാവാൻ ഒരു കാരണവും ബിന്ദു രാമകൃഷ്ണന്റെ ഈ ട്വിസ്റ്റ് തന്നെയായിരുന്നു. ചിലർക്ക് പുള്ളിക്കാരുടെ വില്ലത്തരം അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല, ചിലർക്ക് അത് കണ്ടിട്ട് ചിരിയാണ് വന്നത്. ഞാൻ പക്ഷേ അന്ന് ആ സിനിമ കണ്ടപ്പോൾ ഞെട്ടിത്തരിച്ചിരുന്നാണ് ആ ക്ലൈമാക്സും ട്വിസ്റ്റും ഒക്കെ കാണുന്നത്. പകച്ചുപോയി എന്റെ ബാല്യം. പണ്ട് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എങ്ങാണ്ടാണ് മോസർ ബിയറിന്റെ CD-യിൽ ഈ സിനിമ കാണുന്നത്. അതൊക്കെ ഒരു കാലം. മമ്മൂക്കയുടെ വില്ലത്തിയായി ഇന്ദ്രജയെത്തിയ സിനിമ സിദ്ദിഖിന്റെ ക്രോണിക് ബാച്ചിലർ. ശരിക്കും പറഞ്ഞാൽ ഒരു പടയപ്പ നീലാംബരി വൈബിലുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു ക്രോണിക് ബാച്ചിലറിലെ ഇന്ദ്രജയുടേത്. നായകൻ കല്യാണം കഴിക്കാത്തത് കൊണ്ട് വില്ലത്തി ആകേണ്ടി വന്ന കഥാപാത്രം. പക്ഷെ നീലാംബരിയെ പോലൊരു സൈക്കോ അല്ല ക്രോണിക് ബാച്ചിലറിലെ ഭവാനി. ഫ്ലാഷ് ബാക്ക് കാലം മുതൽ തന്നെ ഇക്കിട്ട് പണിഞ്ഞു തുടങ്ങിയതാണ് ഭവാനി. ഈ ഞാനും കൂടി ചേർന്നിട്ടാ നിങ്ങളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത്. നിങ്ങളുടെ വീടും പുരയിടും ഫാക്ടറിയും ഒക്കെ ഈട് വെപ്പിച്ചതും കടം വാങ്ങിപ്പിച്ചതും കൊടുക്ക ഇതെല്ലാം ലേലത്തിൽ പിടിപ്പിച്ചതും ഞാനും കൂടി അറിഞ്ഞിട്ടാ. SP-യുടെ അച്ഛനോടുള്ള ദേഷ്യം കൊണ്ട് അയാളുടെ മകനെ തന്നെ അയാൾക്കെതിരെ ഉപയോഗിച്ച് അയാളോട് പകരം വീട്ടിയ മുതൽ നമ്മുടെ വാസുവണ്ണനെ അനുസ്മരിപ്പിക്കുന്ന ഒരു ടെറർ BGM-മായി ഭവാനി ചേച്ചിയുടെ ഒരു വരവുണ്ട്. മമ്മൂക്ക വരെ ചൂളിപ്പോവും. സംഭവം എന്തായാലും മമ്മൂക്കയ്ക്കൊപ്പം കട്ടയ്ക്ക് നിന്നൊരു വില്ലത്തി തന്നെയാണ് ഇന്ദ്രജ അവതരിപ്പിച്ച ഭവാനി. ക്ലൈമാക്സിൽ ശത്രുതയൊക്കെ മറന്ന് സ്വന്തം അനിയത്തിയെ തന്റെ പഴയ കാമുകനെ കല്യാണം കഴിപ്പിച്ചു കൊടുത്ത് പ്രായശ്ചിത്തം ചെയ്യുന്നുമുണ്ട് ഭവാനി. ഇനി നമുക്ക് മറ്റൊരു ട്വിസ്റ്റ് വില്ലത്തിയെ പരിചയപ്പെടാം. ചില സിനിമകളിൽ അവസാന ട്വിസ്റ്റിൽ വില്ലനായി സ്ത്രീകളെ പ്ലേസ് ചെയ്യുന്നതിന് ഒരു കാരണമുണ്ട്. അറിയാവോ, നമ്മള് പൊതുവെ കണ്ടുവന്ന സിനിമാ പാരമ്പര്യം അനുസരിച്ച് കൊലപാതകങ്ങളും ക്രൈമും ഒക്കെ ചെയ്യുന്നത് എപ്പോഴും പുരുഷന്മാരായിരിക്കും സിനിമയിൽ അധികവും. ഒരു സ്ത്രീയാണ് അത് ചെയ്തതെന്ന് സ്വാഭാവികമായും നമ്മൾ ആരും കരുതില്ല. അവിടെ നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് കൊലയാളി ഒരു സ്ത്രീയാണെന്ന് സംവിധായകൻ റിവീൽ ചെയ്യുന്നു. നമ്മളൊക്കെ ഞെട്ടിത്തരിക്കുന്നു. അത്തരത്തിൽ നമ്മളെ ഞെട്ടിച്ചൊരു വില്ലത്തിയായിരുന്നു ശിക്കാരി ശംഭു എന്ന സിനിമയിലെ ശിവത അവതരിപ്പിച്ച അനിത എന്ന കഥാപാത്രം. നായിക തന്നെ വില്ലത്തിയായി മാറിയ ചുരുക്കം ചില സിനിമകളിൽ ഒന്ന്. നമുക്കൊക്കെ സഹതാപം തോന്നുന്ന ഒരു രീതിയിൽ നായികയായി കഥയിൽ പ്ലേസ് ചെയ്തിട്ട് അവസാനം ഒരു ഞെട്ടിക്കൽ, ഒരു ഫ്ലാഷ് ബാക്ക്. ആ ഫ്ലാഷ് ബാക്കിന് ഇത്രയും ഫീൽ കൊണ്ടുവരാൻ കാരണം ശ്രീജിത്ത് ഇടവന സംഗീതം നൽകിയ ഈ പാട്ട് തന്നെയാണ്. ശിവത അത്യാവശ്യം നല്ല പ്രകടനം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട് സിനിമയിൽ. ഞാൻ ഈ പറയാൻ പോകുന്ന സിനിമയെ പറ്റിയിട്ട് പലർക്കും പല അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷേ ഇങ്ങനൊരു കഥാപാത്രം ധൈര്യപൂർവ്വം ഏറ്റെടുത്ത് ചെയ്ത ആ നടിയെ നമ്മൾ അഭിനന്ദിച്ചേ മതിയാവും. പറഞ്ഞു വരുന്നത് മോൺസ്റ്ററിനെ പറ്റിയാണ്, ഹണി റോസിനെ പറ്റിയാണ്. ലാലേട്ടന്റെ ഓപ്പോസിറ്റ് ആയിട്ട് സ്ത്രീകൾ അങ്ങനെ ഒരു വില്ലൻ വേഷത്തിൽ വന്ന, അല്ലെങ്കിൽ ലാലേട്ടന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വില്ലത്തിമാർ വന്ന സിനിമകൾ അങ്ങനെ വേറെ അധികം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. അങ്ങനെ വേറെ സിനിമകൾ ഏതെങ്കിലും ഉണ്ടോ? എന്റെ അറിവിലല്ല. അങ്ങനെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ പറയണേ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് മോൺസ്റ്റർ. ഉദയകൃഷ്ണയുടെ സ്ക്രിപ്റ്റിൽ വൈശാഖ് സംവിധാനം ചെയ്ത ചിത്രം. സിനിമ തിയേറ്ററിൽ വന്നപ്പോഴേ അത്ര നല്ലൊരു അഭിപ്രായം അല്ല സിനിമയ്ക്ക് ഉണ്ടായിരുന്നത്. ഇറങ്ങി ഓടിയാലോ OTT കൂടി വന്നപ്പോഴേക്കും എയറിലായി മോൺസ്റ്റർ. പക്ഷെ അപ്പോഴും ഒത്തിരി പേർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഹണി റോസ്. ഒരു ലെസ്ബിയൻ കഥാപാത്രം, നിരവധി ലെയറുകളുള്ള ഒരു പക്കാ നെഗറ്റീവ് റോൾ, ലാലേട്ടനെതിരെ നിന്ന് ഫൈറ്റ് വരെയുള്ള വേഷം. ധൈര്യപൂർവ്വം ഹണി റോസ് ഭാമിനി എന്ന കഥാപാത്രം ഏറ്റെടുക്കുകയും അത്യാവശ്യം നന്നായിട്ട് തന്നെ അത് കൈകാര്യം ചെയ്യുകയും ചെയ്തു. എന്നാൽ സിനിമ അത്ര നന്നാവാത്തത് കാരണം ആ പ്രകടനവും ആരും ശ്രദ്ധിക്കാതെ പോയി. ലെസ്ബിയൻ രംഗങ്ങൾ കാരണം സിനിമയ്ക്ക് ഗൾഫ് രാജ്യങ്ങളിൽ ബാൻ വരെ കിട്ടിയിരുന്നു ആ സമയത്ത്. ഇതേ കഥാപാത്രം, അതായത് നെഗറ്റീവ് റോള്, ഗേ കഥാപാത്രം പൃഥ്വിരാജ് ചെയ്തപ്പോ അദ്ദേഹത്തിന് കിട്ടിയ സ്വീകാര്യത നമ്മളൊക്കെ കണ്ടതാണ്. അതിന്റെ പകുതിയുടെ പകുതി പോലും അപ്രീസിയേഷൻ ഹണി റോസിന് കിട്ടിയിട്ടില്ല. നമ്മൾ എത്ര റിസ്ക് എടുത്തൊരു കഥാപാത്രം ചെയ്തിട്ടും കാര്യമില്ല. സിനിമ കൂടി നന്നാവണം, അതിന്റെ സ്ക്രിപ്റ്റ് കൂടി നന്നാവണം, എങ്കിലേ അതിന്റെ ഫലം നമുക്ക് കിട്ടുള്ളൂ. ഒരുപക്ഷെ മോൺസ്റ്റർ ഒരു ഹിറ്റ് സിനിമ ആയിരുന്നെങ്കിൽ അതോടെ ഹണിയുടെ ലൈഫും കരിയറും തന്നെ മാറിയത്. പിന്നെ ഈ ഉദ്ഘാടനം ചെയ്ത് നടക്കാൻ സമയം ഇല്ലാത്ത രീതിയിൽ തിരക്കായി പോയേനെ പുള്ളിക്കാരി. എല്ലാം വിധിയുടെ വിളയാട്ടം. 90s കിഡ്സിന്റെ, പ്രത്യേകിച്ച് കല്യാണപ്രായമായ പെൺകുട്ടികളുടെ
പേടി സ്വപ്നമായി മാറിയ ഒരു വില്ലത്തി കഥാപാത്രമുണ്ട്. സ്ത്രീധനം എന്ന സിനിമയിലെ മഹേശ്വരി അമ്മ. ഒത്തിരി രസകരമായ കഥാപാത്രങ്ങളിലൂടെ നമ്മളെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള മീന ചേച്ചിയാണ് മഹേശ്വരി അമ്മ എന്ന ക്രൂരയായ അമ്മായി അമ്മയായി വന്ന് നമ്മളെ വെറുപ്പിച്ചതെന്ന് വെച്ചാൽ പുള്ളിക്കാരിയുടെ ഗംഭീര പ്രകടനം കാരണം ആ കഥാപാത്രത്തോട് ഭയങ്കരമായ വെറുപ്പ് തോന്നിപ്പോകും. അതാണല്ലോ ഒരു നടി എന്ന നിലയിൽ അവരുടെ വിജയവും. അഴകിട്ട് വെച്ചാൽ ചോറാവൂലടാ എന്ന് പഞ്ച് ഡയലോഗ് അടിച്ചുകൊണ്ട് സ്ത്രീധനത്തിന് വേണ്ടി കടുംപിടുത്തം പിടിക്കുന്ന ഒരമ്മ. അഴകിട്ട് വെച്ചാൽ ചോറാവൂലടാ, അരി ഇട്ട് വെച്ചാലേ ചോറാവും. മരുമകളെ സ്ത്രീധനത്തിന്റെ പേരിൽ ദ്രോഹിക്കാവുന്നതിന്റെ മാക്സിമം ദ്രോഹിക്കുന്ന ക്രൂരയായ അമ്മായി അമ്മ. വളരെ നാച്ചുറലായി റിയലിസ്റ്റിക് ആയിട്ടാണ് മീന പെർഫോം ചെയ്തിരിക്കുന്നത് ഈ കഥാപാത്രമായി. പുള്ളിക്കാരി പൊതുവെ അങ്ങനെയാണ്. ആ സമയത്ത് ഇത്രയും റിയലിസ്റ്റിക് ആയി അഭിനയിക്കുന്ന മറ്റൊരു നടി ഉണ്ടായിരുന്നു എന്ന കാര്യം പോലും സംശയമാണ്. നമ്മൾ നാടോടിക്കാറ്റിലെ സീൻസ് എടുത്താലും അല്ലെങ്കിൽ മേലെപ്പറമ്പിൽ ആൺവീട്ടിലെ സീൻസ് എടുത്താലും ഒക്കെ ഭയങ്കര നാച്ചുറൽ ആണ്, ഭയങ്കര റിയലിസ്റ്റിക് ആണ് മീന ചേച്ചിയുടെ പെർഫോമൻസ് ആ സിനിമകളിലൊക്കെ. മംഗളമാഴ്ച പതിപ്പിൽ വന്ന വളരെ പോപ്പുലറായ ഒരു നോവലായിരുന്നു CV നിർമ്മല എഴുതിയ സ്ത്രീധനം. CV നിർമ്മല എന്നത് തൂലികാ നാമമാണ്. ഒത്തിരി നോവലുകളിലൂടെ മലയാളികളുടെ മനം കവർന്ന ജോയ്സി തന്നെയാണ് CV നിർമ്മല എന്ന പേരിൽ ഈ നോവലും എഴുതിയത്. പൂങ്കിളി വാരികയിലെ മന്ദാര പുഷ്പങ്ങൾ എന്ന നോവൽ എന്ന നോവലിസ്റ്റ് CV രാജമ്മ ഞാനാ. ആ ജനപ്രിയ നോവലിന്റെ സിനിമ ആവിഷ്കാരമായിരുന്നു അനിൽ ബാബു ടീമിന്റെ സംവിധാനത്തിൽ പുറത്തു വന്ന സ്ത്രീധനം. നിസ്സഹായനായ മകനും ഭർത്താവുമായി ജഗദീഷും പാവം പിടിച്ച ഭാര്യയും മരുമകളുമായി ഉർവശിയും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച സിനിമ. പക്ഷെ പണ്ട് മുതലേ ഈ സിനിമ കാണുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലെ ഹീറോ അത് ബൈജു അണ്ണൻ തന്നെയായിരുന്നു. എന്നെ കൊണ്ട് ചോറ് വിളമ്പിക്കാൻ മാത്രം വളർന്നോ കൊച്ചമ്മ? വിദ്യാർത്ഥി പറഞ്ഞാൽ ശരിയാ, വെക്കാനും വിളമ്പാനും ഇഷ്ടമല്ലാത്തവര് കഴിക്കാനും നിൽക്കരുത്. നീ പോടാ പട്ടി. വില്ലത്തിയായ മീനയെ സ്വന്തം അമ്മയാണെങ്കിൽ പോലും തെറ്റ് ചൂണ്ടിക്കാട്ടി എതിർക്കാൻ ധൈര്യം കാണിച്ച പ്രസാദ്. ബൈജു അണ്ണൻ അമ്മയ്ക്ക് മാസം മറുപടി കൊടുക്കുന്ന സീനൊക്കെ രോമാഞ്ചം തന്നെയായിരുന്നു. കാരണം ആ അമ്മ ക്യാരക്ടറിനെ നമ്മൾ അത്രത്തോളം വെറുത്തിരുന്നു. നീ വേണ്ടാതെ പറഞ്ഞാലുണ്ടല്ലോ നിന്റെ തലയിൽ ഇടുത്തി വീഴും. ഇടുത്തി വീഴേണ്ട തലകള് ഇവിടെ വേറെ ധാരാളം ഉണ്ട്. സിനിമയുടെ ക്ലൈമാക്സില് അവരെക്കാളും വലിയ വില്ലത്തിയായി ഫിലോമിന ചേച്ചി വന്ന് മീന ചേച്ചിയെ വെള്ളം കുടിപ്പിക്കുന്നുണ്ട്. എടി നീ എന്റെ തലയിൽ കയറിയിരിക്കാൻ വന്നാലുണ്ടല്ല അടിച്ചതിന്റെ ഷേപ്പ് ഞാൻ മാറ്റിടി പുല്ലേ. ആഹാ. ഒപ്പം മറ്റൊരു മരുമകളായി എത്തിയ ഉഷയും തനി സ്വരൂപം പുറത്തെടുക്കുന്നതോടെ മീന ചേച്ചിയുടെ വില്ലത്തി പെടാപ്പാട് വിടുന്നുണ്ട്. മേലാകെ വല്ലാത്ത വേദന. അതെ വലിച്ചു വാരി തിന്നിട്ടാ എന്ത് ജോലി ചെയ്യാൻ പറഞ്ഞാലും ഓരോ മുട്ടുന്യായങ്ങള്. ആ സീനൊക്കെ തന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അവര് സ്ക്രീനിൽ അനുഭവിക്കുന്നത് കണ്ടിട്ടൊന്നും നമുക്ക് ഒരു വിഷമവും തോന്നില്ല. കാരണം അമ്മാതിരി വില്ലത്തരമാണല്ലോ പുള്ളിക്കാരി പാവം ഉർവശി ചേച്ചിയോട് കാണിച്ചത്. പറഞ്ഞു വന്നപ്പോ ആവേശത്തിൽ ഇത്തിരി കൂടി പോയല്ലേ. സാരല്ല, നമുക്ക് അടുത്ത ആളിലേക്ക് കിടക്കാം. ക്ലൈമാക്സിനോട് അടുപ്പിച്ച് വരെ ഒരു പാവം പെൺകുട്ടിയായി നായികയുടെ ചങ്കായി കൂടെ നിന്നിട്ട് അവസാന നിമിഷം ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് നമ്മുടെയൊക്കെ വെറുപ്പ് സമ്പാദിച്ച ഒരു കഥാപാത്രം. ബോഡി ഗാർഡിലെ മിത്ര കുര്യൻ അവതരിപ്പിച്ച സേതുലക്ഷ്മി. നമുക്കെതിരെ നിന്ന് വില്ലത്തരം കാണിക്കുന്നവരെക്കാൾ നമുക്ക് ദേഷ്യം തോന്നുക കൂടെ കട്ടയ്ക്ക് നിന്നിട്ട് പണി തരുന്നവരോടായിരിക്കും. ആ ഒരു ഇമോഷൻ കറക്റ്റായി വർക്കൗട്ടായ സിനിമയും സീനും. ട്രെയിനിലെ ആ ഒരു ഒറ്റ സീനിലെ പുള്ളിക്കാരിയുടെ ആ ട്രാൻസ്ഫോർമേഷനും ആ കെട്ടിപ്പിടുത്തവും നമ്മളെ ആകെ ഞെട്ടിച്ചതും അതുകൊണ്ട് തന്നെയാണ്. ത്രൂ ഔട്ട് ഒരു വില്ലത്തി വേഷമൊന്നും അല്ലെങ്കിലും സിനിമയിൽ ജയകൃഷ്ണനെയും അമ്മുവിനെയും പിരിച്ച് നായകനെ സ്വന്തമാക്കിയ സേതുവിനോട് നമുക്കൊക്കെ ഭയങ്കര ദേഷ്യം തോന്നും. സിദ്ദിഖ് എന്ന എഴുത്തുകാരനും സംവിധായകനും എക്സൽ ചെയ്തൊരു മൊമെന്റ് ആയിരുന്നു ആ ക്ലൈമാക്സ്. മിത്ര കുര്യൻ ആ ഒരു സീൻ വളരെ കൺവിൻസിംഗ് ആയി മനോഹരമായി ചെയ്തു വച്ചിട്ടുമുണ്ട്. അജയ് വാസുദേവ് എന്ന മാസ് സിനിമകളുടെ സംവിധായകനിൽ നിന്നും നമ്മൾ ആരും പ്രതീക്ഷിക്കാത്തൊരു പടമായിരുന്നു കഴിഞ്ഞ വർഷം റിലീസായ പകലും പാതിരാവും. കുഞ്ചാക്കോ ബോബൻ ആയിരുന്നു സിനിമയിലെ നായകൻ. 2018 കന്നഡയിൽ വന്ന ആ കരാള രാത്രി എന്ന ഡാർക്ക് ത്രില്ലർ സിനിമയുടെ മലയാളം റീമേക്ക് ആയിരുന്നു പകലും പാതിരാവും. ഈ സിനിമ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല, അതുകൊണ്ട് ഞാൻ പിന്നെ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. പടത്തിലെ ഷോ സ്റ്റീലർ രജിഷ വിജയൻ തന്നെയായിരുന്നു. ഒരുപാട് കോംപ്ലക്സ് ഇമോഷൻസിലൂടെ കടന്നു പോകുന്ന നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു കഥാപാത്രമായിരുന്നു ഇതിലെ രജിഷ അവതരിപ്പിച്ച മേഴ്സി എന്ന കഥാപാത്രം. ഡിപ്രസ്ഡ് ആയ ഒരു മനസ്സുമായി ജീവിക്കുന്ന മേഴ്സി, ഉള്ളിൽ അടങ്ങാത്ത പക, ഡിപ്രഷൻ പുറത്ത് കാണിക്കുന്നത് ദേഷ്യമായി, എല്ലാത്തിനും ദേഷ്യം കാണിക്കുന്ന ഒരു പക്ക ഡാർക്ക് ഷെയ്ഡുള്ള ക്യാരക്ടർ. പണത്തിന് വേണ്ടിയും ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയും എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു കഥാപാത്രം. നായികയായി തിളങ്ങി നിൽക്കുന്ന ഈ സമയത്ത് ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ രജിഷ തയ്യാറായി എന്നത് തന്നെ വലിയ കാര്യമാണ്. അത് ഗംഭീരമായി പുള്ളിക്കാരി ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സിനിമ കൂടി ശ്രദ്ധിക്കപ്പെട്ടാലേ നമ്മളെടുത്ത ആ ഒരു റിസ്കിന്റെ ഒരു ഫലം നമുക്ക് കിട്ടുള്ളൂ. അനാവശ്യ സ്ലോ മോഷനും ഗുരു സോമസുന്ദരവും ഇല്ലായിരുന്നെങ്കിൽ കിട്ടിലം പടം ആകുമായിരുന്നു പകലും പാതിരാവും എന്നാണ് എനിക്ക് തോന്നിയത് സിനിമ കണ്ടപ്പോൾ. ശരിക്കും അൺപ്രഡിക്റ്റബിൾ ആയ ട്വിസ്റ്റുകൾ നിറഞ്ഞ ഒരു ഡാർക്ക് ത്രില്ലർ. കണ്ടിട്ടില്ലാത്തവർക്ക് ചുമ്മാ എങ്കിലും ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പടമാണ്. രജിഷ വിജയന് വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾക്ക് കാണാം ഈ പടം. അപ്പോൾ ഇതൊക്കെയാണ് വില്ലത്തിമാരായി വന്ന മലയാളികളെ ഞെട്ടിച്ച ചില നടിമാർ. ഇനിയും ഇതുപോലെ സ്ട്രോങ് വില്ലൻ വേഷം ചെയ്ത നടിമാരാരെങ്കിലും നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അവർ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി വീണ്ടും വരാം. ഓക്കെ, ബൈ.